ഇനി നമുക്ക് വേറൊരു മെട്രിക്സ് നോക്കാം. ഇങ്ങനെയൊരു മെട്രിക്സ് എടുക്കുന്നു. 10, 23 ഫസ്റ്റ് റോ, 1, 2, 3 സെക്കൻഡ് റോ, 5, 6, 7 തേർഡ് റോ. ഇതാണ് ആ മെട്രിക്സ്. പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഈ മെട്രിക്സ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. 10, 23, 1, 2, 3, 5, 6, 7. ദെൻ നമ്മൾ എക്സ് ഈക്വൽ ടു എൻ ബി ഡോട്ട് അറേഞ്ച് 1 to 10 എന്ന് പറഞ്ഞാൽ 1 മുതൽ 10, ലാസ്റ്റ് ഇൻഡെക്സ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ 9 ഇൻഡെക്സ് വരെയുള്ളത് പ്രിൻ്റ് ചെയ്യും. ഒരു റോയിലാണ് പ്രിൻ്റ് ചെയ്യുക. ഒരു റോയിലെ മെട്രിക്സ് ആണ് ഇത്. അതെന്ന് വെച്ചാൽ 1 മുതൽ 9 വരെയുള്ള എലമെൻറ്റ്സുകൾ ഇങ്ങനെ ഒരു റോയിൽ പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ ഉള്ള ഇതാ പ്രിൻ്റ് എക്സ്. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? 1 മുതൽ 9 വരെയുള്ളത്. അതിനുള്ള ഇതാണ് എൻ ബി ഡോട്ട് അറേഞ്ച് 1 to 10. അപ്പം 1 മുതൽ 9 വരെയുള്ളത്. ദെൻ നമ്മൾ അടുത്തത് എൻ ബി ഡോട്ട് വൺസ് 3, 4 എന്ന് പറഞ്ഞാൽ ഒരു 3/4 മെട്രിക്സ് പ്രിൻ്റ് ചെയ്യും. അതിലുള്ളതെല്ലാം 1 ആയിരിക്കും. എൻ ബി പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു 3/4 മെട്രിക്സ്, അതിനകത്തുള്ളതെല്ലാം 1 ആണ്. കണ്ടോ? 3 റോസും 4 കോളംസുമുള്ള ഇതാണ് 3/4. 3 റോസും 4 കോളംസും ഉള്ള മെട്രിക്സ് പ്രിൻ്റ് ചെയ്യും. അതിനകത്തുള്ള എലമെൻറ്റുകളെല്ലാം 1കളായിരിക്കും. 1 ഫ്ലോട്ടാണ്, 1 പോയിൻ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 3/4 മെട്രിക്സ് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണത്. ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട്. ഇനി ഇൻറ്റിജർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3, 4 എന്ന് എഴുതിയിട്ട് ഡി ടൈപ്പ് ഈക്വൽ ടു INT എന്ന് കൊടുക്കണം. ഡി ടൈപ്പ് ഈക്വൽ ടു INT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കണ്ടോ? ഇത് കിട്ടി. ഇതെല്ലാം ഇൻറ്റിജറാണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മൾ എൻ ബി ഡോട്ട് അറേഞ്ച് 1 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള 9 വരെയുള്ള ലാസ്റ്റ് എലമെൻറ്റ് 9 ആയിരിക്കും. 9 വരെയുള്ള ഇൻറ്റിജേഴ്സ് ഒരു റോയിൽ എഴുതും. ഇനി എൻ ബി ഡോട്ട് വൺസ് എന്ന് പറഞ്ഞാൽ 3, 4 എന്ന് പറഞ്ഞാൽ 3/4 മെട്രിക്സ് ആയിരിക്കും. എല്ലാം 1 ആയിരിക്കും. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടായിരിക്കും. ഇനി എൻ ബി ഡോട്ട് വൺസ് ഇനി ടെൻസ് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഇവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ ടെൻസ് 3/4 മെട്രിക്സിൽ ടെൻസ് ചെയ്യും. ഡാറ്റ ടൈപ്പ് INT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അതായിരിക്കും നോക്കുക. ഇനി നമുക്ക് വേറൊരു മെട്രിക്സ് ഇതാ ഒരു 3/3 മെട്രിക്സ് പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യും. ദെൻ പ്രിൻ്റ് X0 എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സ് ഉള്ള റോ ഇൻഡെക്സ് 0 ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? ആദ്യം നമ്മുടെ മെട്രിക്സ് ഇതാണ് മെട്രിക്സ്. ഈ മെട്രിക്സ് പ്രിൻ്റ് ചെയ്തു. അതാണ് പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് പ്രിൻ്റ് ചെയ്തു. അതിന് പ്രിൻ്റ് എക്സ് 0th ഇൻഡെക്സിലുള്ള റോ ഇൻഡെക്സ് 0 പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻ്റ് റോ ഇൻഡെക്സ് എക്സ് ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ആദ്യത്തെ റോ പ്രിൻ്റ് ചെയ്തു. ആദ്യത്തെ റോയാണ് പ്രിൻ്റ് ചെയ്തത്. ദെൻ നമ്മൾ പറഞ്ഞത് പ്രിൻ്റ് X12 എന്ന് പറഞ്ഞാൽ റോ 1ഉം കോളം 2ഉം റോ 1 ഇതാണ് റോ 1, കോളം 2 ഇത് ഫസ്റ്റ് കോളം, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ്, ഇത് 0th കോളം, ഇത് 0th കോളം, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പം റോ ഇൻഡെക്സ് 1 എന്ന് പറയുമ്പോൾ ഇത് റോ ഇൻഡെക്സ് 0, ഇത് റോ ഇൻഡെക്സ് 1. റോ ഇൻഡെക്സ് 1ൽ കോളം ഇൻഡെക്സ് 2 അപ്പോൾ 4 ആണ് പ്രിൻ്റ് ചെയ്തത്. കണ്ടോ? 4 പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രിൻ്റ് എക്സ് ഡോട്ട് സൈസ് എത്ര എലമെൻ്റ് ഉണ്ടെന്നാണ്. 3 into 3 9 എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. അതിനകത്ത് 9 പ്രിൻ്റ് ചെയ്തു. ദെൻ പ്രിൻ്റ് ചെയ്ത് പ്രിൻ്റ് എക്സ് ഡോട്ട് എൻ ഡിം ഡയമെൻഷൻ എത്രയാണ്? ഡയമെൻഷൻ ഇത് 2 ഡയമെൻഷനാണ്. മെട്രിക്സ് 2 by 2 2 ഡയമെൻഷൻ അറേയാണ്.
3 റോസും 3 കോളംസും. ഒരു റോയേ ഉള്ളെങ്കിൽ അത് 1 ഡയമെൻഷൻ ആവും. ഒന്നിൽ കൂടുതൽ റോസ് വരുമ്പോൾ 2 ഡയമെൻഷനായി. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ 2 ആണ്, 2 ഡയമെൻഷനാണ്. അതുപോലെ നമുക്ക് 3 ഡയമെൻഷനും 4 ഡയമെൻഷനും ഒക്കെ വെക്കാം. നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അത് 1 ഡയമെൻഷൻ ആവും. റോസും കോളംസും ഉണ്ടെങ്കിൽ അത് 2 ഡയമെൻഷൻ. മെട്രിക്സ് ഒക്കെ നമ്മൾ 2 ഡയമെൻഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വേണം. അത് ചെയ്യുന്നത് ഇതിൻ്റെ ഈ സിൻടാക്സ് ഒക്കെ നമുക്ക് ഓർമ്മ വേണം. ഇനി നമുക്ക് x=nb.arrange 1 to 10 എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള ഇൻറ്റിജർ ഒരു റോയിൽ പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം. 1 മുതൽ 9 വരെയുള്ള ഇൻറ്റിജേഴ്സ് ഒരു റോയിൽ പ്രിൻ്റ് ചെയ്യും, പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ. പിന്നെ x_nb.arrange 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 4 വരെയുള്ള, 5 ആണ് ലാസ്റ്റ് ഇൻഡെക്സ്, 5 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 വരെ, 0 to 4, 0 മുതൽ 4 വരെയുള്ള ഇൻറ്റിജേഴ്സ് പ്രിൻ്റ് ചെയ്യും. ദെൻ നമ്മൾ ഇവിടെ നോക്കുക, num3 എന്ന വേരിയബിളിലേക്ക് nb.full 4/3, 4 റോസിലും 3 കോളത്തിലും 11 എന്ന് പറയുന്ന ഇൻറ്റിജർ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, 4 റോസ് ഉണ്ട്, 4 റോസ്, 3 കോളം, 4/3 മെട്രിക്സ്. ഈച്ച് എലമെൻറ്റ് 11 ആണ് ഇവിടെ. ഈച്ച് എലമെൻറ്റ് 11. ഇതാ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഇനി നമ്മൾ 10 എന്ന് പറയുവാണെങ്കിലോ, 10 ഇവിടെ 10 എന്ന് കൊടുക്കുവാണെങ്കിൽ ഓരോന്നും 10 എന്ന് കൊടുത്ത് കണ്ടോ, ഓരോന്നും 4/3 മെട്രിക്സ്. ഈച്ച് എലമെൻറ്റ് 10 ആയിരിക്കും. ഇവിടെ 10 ആകുമ്പോൾ 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ 4,3 ഒരു റൗണ്ട് ബ്രാക്കറ്റ് 4,3 എന്നിട്ട് കോമ ഇട്ട് 10 എന്ന് എഴുതുകയും 10. അപ്പോൾ nb.full ആണ് അതിൻ്റെ സിൻടാക്സ്. ഇതാണ് പ്രിൻ്റ് num3. ഇനി num2 =nb.arrange 1 to 21, 1 മുതൽ 20 വരെയുള്ള ഇൻറ്റിജേഴ്സ് പ്രിൻ്റ് ചെയ്യും. റീഷേപ്പ് 4x5, 4 റോസിലും 5 കോളത്തിലും. ഇതുണ്ടോ, 4 റോസിലും 5 കോളത്തിലും, 4 റോയുണ്ട്, 5 കോളമുണ്ട്. 5 കോളത്തിലും എന്ത് ചെയ്യും, 1 മുതൽ 20 വരെയുള്ള എലമെൻറ്റ്സ് ഇൻറ്റിജർ പ്രിൻ്റ് ചെയ്യും. 4/5 മെട്രിക്സ് നമ്പർ 1 to 20 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഈ 4/5 എന്ന് പറയുമ്പോൾ ഇവിടെ 1 to 20 എന്ന് പറഞ്ഞാൽ 20 എലമെൻറ്റ്സ് ഉണ്ട്. ആ 20 എലമെൻറ്റ്സിന് റീഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീഷേപ്പ് 4/5 മെട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 3 12 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എലമെൻറ്റ്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ കണക്കായിട്ടുള്ള ഒരു റീഷേപ്പ് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ num2 nb.arrange 1 to 21. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, പ്രിൻ്റ് num2. ദെൻ നമ്മൾ കൊടുത്തത് പ്രിൻ്റ് num2ലെ 1 to 3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പറയുന്നത് റോ 1 to 3 ആണ്. റോ 1 to 3 എന്ന് പറഞ്ഞാൽ റോ 1 ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 3rd ഇൻഡെക്സ് വരെയുള്ള റോ 1 to 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, 3rd ഇൻഡെക്സ്. അതാണ് 1 to 3. അപ്പം ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ് ഉള്ളൂ. ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്. ഇത് ആദ്യത്തെ ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് 0, ഇത് ഏറ്റവും മുകളിലത്തെ 0, ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്. അപ്പം 1 to 3 എന്ന് പറഞ്ഞാൽ 1 to 2 റോയാണ്. ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ സെക്കൻഡ് ഇൻഡെക്സ് വരെയുള്ള റോ. അതിൻ്റെ അകത്ത് 2 to 5 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളം മുതൽ 4ാമത്തെ കോളം വരെ. 2ാമത്തെ കോളം മുതൽ 4ാമത്തെ 8 ആണ്. 2ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഇത് 0th 1, ഇതാണ് 2ാമത്തെ കോളം. 2ാമത്തെ കോളം മുതൽ ഇങ്ങനെയാണ് വരിക. 2ാമത്തെ കോളം മുതൽ 8, 9, 10, 8, 9, 10, ദെൻ 13, 14, 15. 2ാമത്തെ കോളം മുതൽ 4ാമത്തെ കോളം വരെ ഉള്ള എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുക നിങ്ങൾ ഒന്നും കൂടെ നമുക്കത് നോക്കാം. ഉണ്ടോ, nb.arrange എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെ ഉള്ള ഇൻറ്റിജർ പ്രിൻ്റ് ചെയ്യും.
എൻ ബി ഡോട്ട് അറേഞ്ച് 5 എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 വരെയുള്ള ഇൻറ്റിജർ റോസിൽ പ്രിൻ്റ് ചെയ്യും ഒരു റോയിൽ. എൻ ബി ഡോട്ട് ഫുൾ 4/3 എന്ന് പറഞ്ഞാൽ 4/3 മെട്രിക്സ് ഓരോ എലമെൻറ്റും 10 ആയിരിക്കും പ്രിൻ്റ്. ഇനി എൻ ബി ഡോട്ട് അറേഞ്ച് 1 to 21 എന്ന് പറഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള ഇൻറ്റിജർ 4/5 മെട്രിക്സിൽ പ്രിൻ്റ് ചെയ്യും. 4 റോസിലും 5 കോളത്തിലും പ്രിൻ്റ് ചെയ്യും. ഇനി പ്രിൻ്റ് num2, ഈ num2 എന്ന് പറയുന്ന ഈ മെട്രിക്സിലെ num2 1 3 1 മുതൽ 2 വരെ 1 to 2 റോ 1 മുതൽ 2 വരെയുള്ള റോയിലെ രണ്ടാമത്തെ ഇൻഡെക്സ് മുതൽ 4ാമത്തെ ഇൻഡെക്സ് വരെയുള്ള എലമെൻറ്റുകൾ പ്രിൻ്റ് ചെയ്യും. അതാണ് നിങ്ങൾ ഓർത്തിരിക്കുക.